മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷെയർ ചെയ്ത്. കഴിഞ്ഞ എപ്പിസോഡിൽ കുഞ്ഞാടിൻ്റെ കല്യാണം, അതിൽ ക്ഷണിക്കപ്പെട്ടവരെക്കുറിച്ചും അതുപോലെ ആ കല്യാണത്തിൻ്റെ സദ്യയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് നമുക്ക് ദൈവം കുറേ റിവാർഡ്സ് തരും. അതുകൊണ്ട് അത് മുഴുവനായിട്ട് എൻ്റെ ന്യായവിധി എന്നുള്ള ഒരു രീതിയിൽ, അന്ത്യന്യായവിധി എന്നൊരു ഹെഡിങ്ങിൽ ഒരു 4-5 എപ്പിസോഡിൽ അത് തീർക്കണമെന്ന് വിചാരിക്കണം. അതിനകത്ത് പ്രധാനമായിട്ടും 3 ന്യായാസനങ്ങളാണുള്ളത്. ഒന്ന്, വിശുദ്ധന്മാർക്ക് പ്രതിഫലം തരുന്നൊരു ന്യായാസനം. ബൈബിളിൽ ആ വേർഡില്ല, ബീമ എന്ന് പറഞ്ഞ പ്ലേസ് ഓഫ് ബീമ. അത് മധ്യാകാശത്തിലാണ്. അവിടെ വെച്ച് നമ്മളെ ചേർത്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് റിവാർഡ്സ് തരും. നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വീണ്ടും വരവിൽ, രഹസ്യ വരവിൽ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ദൈവം റിവാർഡ്സ് തരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ബാക്കി പിന്നീട് 2 കോർട്ട് പിന്നീടുണ്ട്. തേജസ്സിൻ്റെ സിംഹാസനം, അത് ന്യായവിധി ഉള്ളതാണെന്ന് ജീവിച്ചിരിക്കുന്നവരെയും യഹൂദനെയല്ല ജാതികളെ ന്യായം വിധിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ടുള്ള ഒരു ന്യായവിധിയുണ്ട്. അത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്, വെള്ള സിംഹാസന ന്യായവിധി. അത് സകലരെയും, അതുവരെ ന്യായം വിധിക്കാത്ത മുഴുവൻ ആൾക്കാരെയും അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അന്ന് ന്യായം വിധിക്കുന്നത്. പ്രധാനമായിട്ടും പാപികളെ ന്യായം വിധിച്ച് അവരെ നിത്യ ശിക്ഷയ്ക്കായിട്ട് അവരെ ഒരുക്കുന്ന ഒരു ന്യായവിധിയാണത്. നമ്മൾ പ്രധാനമായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്ത്യന്യായവിധിയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളത് ഈ ബീമ കോർട്ടിലാണ്. ബീമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം, ഉയർന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. അത് സാധാരണ ഈ കായിക മത്സരമൊക്കെ നടത്തി കഴിയുമ്പോൾ ഈ ജയിക്കുന്നവരെ അതിൻ്റെ ഈ ഉയരത്തിൽ കയറ്റി നിർത്തുമല്ലോ എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു റേസ്ഡ് പ്ലാറ്റ്ഫോം എന്നുള്ളൊരു ചിന്തയാണ് വരേണ്ടത്. ന്യായവിധി എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ആളുകളാണ് ലോകത്തിലുള്ളത്. ലോക ജനത, യഹൂദ ജനത, ദൈവജനം. ഈ 3 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഇവർക്ക് എല്ലാവർക്കും ന്യായവിധി ഉണ്ട് എന്ന് മറന്നുപോലെ. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, കർത്താവ് നമ്മളെ എടുത്തു കഴിയുമ്പോഴേ ഭൂമിയിലെ കോപദിവസം ആരംഭിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 4 തൊട്ട് 19 വരെയുള്ള വിവിധ കോപങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആൻറ്റിക്രൈസ്റ്റിന് അധികാരം കൊടുത്തതിന് ശേഷം സ്വർഗത്തിൽ നിന്നുള്ള 21 ആക്ഷനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് ഈ സമയത്ത് ഭൂലോകം ശരിക്കു പറഞ്ഞാൽ കിടുകിട വിറയ്ക്കുന്നൊരനുഭവം. എല്ലാ നാശവും ഭൂമിയിൽ വരുന്നു. പാതാളത്തിൽ നിന്ന് വരെ ജീവികൾ കയറി വരുന്നു. മനുഷ്യർക്ക് എങ്ങനെ മരിച്ചാൽ മതി എന്നുള്ള ഒരു സമയത്തിൽ നമ്മെ ശരിക്കും വിശ്വാസികളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയാണ്. അന്ത്യന്യായവിധിയിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19 മഹത്വ പ്രത്യക്ഷത ഒലിവുമലയിൽ വിശുദ്ധന്മാരോട് വരുന്നു, സ്വർഗീയ സൈന്യങ്ങളോട് വരുന്നു, സകല ദൂതന്മാർ ആയിട്ടാണ് വരുന്നത്. ഏത് കണ്ണും അന്ന് അവനെ കാണും. ആ ഒരു രീതിയിലാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ആ സമയത്ത് യേശുവിനോടൊപ്പം അവൻ്റെ കാന്ത ഉണ്ടാവും. ആ വരുന്ന കാന്തയ്ക്ക് ആ സമയത്ത് റിവാർഡ്സ് കിട്ടിയിട്ടായിരിക്കും അവർ വരുന്നത്. പിന്നെ അവർക്കൊരു ന്യായവിധി എങ്ങും പറയുന്നില്ല. ദൈവത്തിൻ്റെ മക്കൾക്ക് പിന്നീടൊരു ന്യായവിധി എങ്ങും പറയുന്നില്ല. അവിടെ വെച്ച് ഈ ഭീമ കോർട്ടിലുള്ള ന്യായവിധിയാണ് അവർക്കുള്ളത്. അതായത് ഈ ന്യായവിധി കഴിഞ്ഞ് അവർക്ക് റിവാർഡ്സ് കിട്ടിയിട്ടാണ് അവർ ഭൂമിയിലേക്ക് വരുന്നത്. നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചറിയാം, പഴയ നിയമത്തിൽ എൻഡ് ചെയ്യുന്നത് നീതി സൂര്യൻ ഉദിക്കും എന്ന് പറഞ്ഞാണ്. മലാക്കി 4:2 നീതി സൂര്യൻ ഉദിക്കും എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്നുണ്ടല്ലേ. പുതിയ നിയമം എൻഡ് ചെയ്യുന്നത് മോർണിംഗ് സ്റ്റാർ കാണും എന്ന് പറഞ്ഞ്, ഉദയനക്ഷത്രം മോർണിംഗ് സ്റ്റാർ കാണും. വെളിപ്പാട് പുസ്തകം 22:16 മോർണിംഗ് സ്റ്റാർ കാണും എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ. ആദ്യം ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള, അന്ന് അവർക്ക് തേജസ് ഉണ്ടായിരുന്നു. ആ തേജസ്സിൻ്റെ
പ്രഭാവത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വീണ്ടും നമുക്കിതെല്ലാവർക്കും തേജസ്സിൻ്റെ ഒരു ശരീരമുണ്ടായി ദൈവവും മനുഷ്യനുമായിട്ടൊരു കൂട്ടായ്മ. കർത്താവ് എൻ്റെ കൂടെ കാണും എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. മോർണിംഗ് സ്റ്റാർ. അപ്പോഴേ പീഡനകാലത്തിൻ്റെ അവസാനത്തിലൊരു ന്യായവിധിയുണ്ട്. പീഡനകാലത്തിൻ്റെ അവസാനത്തിലൊരു ന്യായവിധിയുണ്ട്. അത് തേജസ്സിൻ്റെ സിംഹാസനം എന്ന് പറയുന്ന ഒരു ന്യായവിധിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ന്യായവിധിയാണ് നേരത്തെ പറഞ്ഞ പോലെ വെള്ള സിംഹാസനം. ഈ തേജസ്സിൻ്റെ സിംഹാസന ന്യായവിധി കഴിഞ്ഞ് 1000 വർഷം ഭരണം സമാധാനമായി ഉള്ളൊരു ഭരണമാണ്. കാരണം അന്ന് കയറി വരുന്ന മൃഗവും പ്രവാചകനും അതുപോലെ സാത്താനും ഒന്നുമില്ല. വിശുദ്ധന്മാർ പുത്തൻ എരുശലേമിലാണ്. പുത്തൻ എരുശലേം എന്ന് പറയുമ്പോൾ ആ സമയത്ത് അത് ഭൂമിയിലല്ല സ്വർഗത്തിലാണ് എന്നൊരു പഠിപ്പിക്കലുണ്ട്. എന്നാൽ ഈ ഭൂമിയെ ചുട്ടരിച്ചതിന് ശേഷം പുത്തൻ എരുശലേം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്ന് അവരുമായിട്ട് ചേർന്ന് ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം. ഈ ഭീമ എവിടെയാണ് എന്നുള്ളൊരു ചിന്ത കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ച സമയത്ത് നിങ്ങളോട് പറഞ്ഞതാണ്. റിവാർഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചുരുക്കമായിട്ട് ചില കാര്യങ്ങളെ പറഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. 5 കിരീടങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് വീണ്ടും പോയി അത് ശ്രദ്ധിച്ചാൽ അതിനെക്കുറിച്ച് അറിയാം. ഈ 5 കിരീടങ്ങൾ അവരുടെ ഇൻവോൾവ്മെൻറ്റ്, ഈ ഭൂമിയിലുള്ള ഇൻവോൾവ്മെൻ്റ് അനുസരിച്ച് കൊടുക്കുന്ന കാര്യമാണ്. ജീവകിരീടം, ദ ക്രൗൺ ഓഫ് ലൈഫ്, യാക്കോബ് 1:12. വാടാത്ത കിരീടം, ഇൻകറപ്റ്റബിൾ ക്രൗൺ, 1 കൊരിന്ത്യർ 6:24. അതുപോലെ പ്രശംസ കിരീടം, റിജോയ്സിങ് ക്രൗൺ, 1 തിമോത്തി 2:19. തേജസ്സിൻ്റെ കിരീടം, ക്രൗൺ ഓഫ് ഗ്ലോറി, 1 പീറ്റർ 5, 1 പത്രോസ് 5, 1 മുതൽ 4 വരെ. നീതിയുടെ കിരീടം, ക്രൗൺ ഓഫ് റൈച്ചസ്നസ്, 2 തിമോത്തി 4, 6 മുതൽ 8 വരെ. ഈ വാക്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കാണത് കിട്ടുന്നതെന്നും എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വേലയിലിരിക്കുന്നവർക്ക്, കഷ്ടം അനുഭവിക്കുന്നവർക്ക്, അതുപോലെ മാർട്ടിയേഴ്സ് ആവുന്നവർക്ക്, ഇവർക്കെല്ലാം കിട്ടുന്ന കിരീടമാണിത്. ഈ കിരീടം എന്ന് പറയുമ്പോൾ ഇതൊരു മെറ്റൽ പീസിലുണ്ടാക്കി തലയിൽ വെക്കുന്നൊരു കിരീടമല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഒരു ഗോൾഡ് കൊണ്ടോ അല്ലെങ്കിൽ സിൽവർ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി ഒരു കിരീടം ഒന്നിന് മേളിൽ ഒന്നായിട്ട് വെക്കാനല്ല. രാജമുടി എന്നൊക്കെ നമ്മൾ കേട്ടല്ലോ, രാജമുടി എന്നൊക്കെ പറയുന്നത്. അതൊരു അധികാരമാണ്, ഒരു റൈറ്റാണ്. ആ റൈറ്റിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്നത്, ഗോളങ്ങളിലേക്കുള്ള റൈറ്റ്, ഭരിക്കാനുള്ള റൈറ്റ്. നമുക്ക് അറിയാം. 1-2 കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈ തരുണത്തിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യായവിധിയെക്കുറിച്ചാണ് ഇനിയും തീർന്നും പറയുന്നത്. യഹൂദന്മാരെ ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാം തൊട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രോമിസ് കൊടുത്ത് അവരെ തിരഞ്ഞെടുത്തു. ആ സമയത്ത് അവരെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ആഗ്രഹിച്ച കാര്യം യഹോവയായ ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ള ജനങ്ങളിലേക്ക്, ജാതികളിലേക്ക്, യഹൂദന്മാരല്ലാത്തവർക്ക് അവരുടെ കർത്താവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വഴി ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ് മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ യഹൂദന്മാർ, അബ്രഹാമിൻ്റെ സന്തതികൾ അത് ഫെയിൽഡായിപ്പോയി. ഓരോ തലത്തിലും ഫെയിലായിപ്പോയി. അവർക്ക് നിയമം കൊടുക്കുന്നു, അതിലവർ ഫെയിലായി. ഇങ്ങനെ ഓരോ തലത്തിലും ഫെയിലായി. അവസാനം അവരെ വീണ്ടെടുക്കുവാനായി സാക്ഷാൽ യേശുക്രിസ്തു തന്നെ ഈ ലോകത്തിലേക്ക് വന്നു. ദൈവം ജഡമായി ലോകത്തിൽ അവതരിച്ചു. ദൈവം ജഡമായി ലോകത്തിൽ അവതരിച്ചിട്ട് എന്താണ് കാണിച്ചത്? അവർ കർത്താവിനെ ക്രൂശിച്ചു, അവരെ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് നമ്മൾ കാണും. ആദ്യമേ തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പല രീതിയിൽ ബ്രേക്കായിപ്പോയി. എന്താണ് കാര്യം? ദൈവത്തെ ആരാധിച്ചില്ല. സമയം കിട്ടിയപ്പോഴൊക്കെ വിഗ്രഹത്തിൻ്റെ പുറകെ പോയി. അതുമാത്രമല്ല, അവരുടെ ഐഡൻറ്റിറ്റി അവർ കാത്തു സൂക്ഷിച്ചില്ല. കിട്ടിയ സമയത്തൊക്കെ ഏതെങ്കിലും ദൈവത്തിൻ്റെ ദേവന്മാരുടെ പുറകെ പോയി, അവരോട് പോയി അവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് വന്നു, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ അങ്ങോട്ട് കൊടുത്തു. എന്തായാലും എല്ലാമായിട്ട് ഇൻ്റർലിങ്ക് ചെയ്ത് മിക്സ് ചെയ്ത് നശിച്ചു, നാറാണക്കല്ലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനിയെങ്കിലും അവരൊന്ന് രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ട് നീതിസൂര്യനായ കർത്താവ് വന്നു.
നീതിസൂര്യനായ കർത്താവ് വന്നിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അതിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അതിനാൽ മുമ്പന്മാർ പിമ്പന്മാരായി തീർന്നു. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ജാതികളായ നമ്മൾക്ക് കൃപയാലുള്ള വീണ്ടെടുപ്പ് സാധ്യമായി തീർന്നു. യേശുക്രിസ്തു മരിച്ചത് യഹൂദന് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മളെല്ലാം കർത്താവിനെ അറിയാനായിട്ട് കാരണമായി തീർന്നത് യഹൂദൻ റിജക്റ്റ് ചെയ്തതുകൊണ്ടാണ്. യേശുവിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ്. യഹൂദൻ യേശുവിനെ റിജക്റ്റ് ചെയ്തു. നമ്മൾ കൃപായുഗത്തിൽ കർത്താവിൻ്റെ സുവിശേഷം അക്സെപ്റ്റ് ചെയ്ത് കർത്താവിലേക്ക് വന്നു എന്ന് കാണുന്നു. അതിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, സെലക്ട് ചെയ്ത യഹൂദനേക്കായും ഉപരിയായിട്ട് പിമ്പന്മാരായിരുന്ന നമ്മൾ മുമ്പന്മാരായി തീർന്നു എന്ന് പറഞ്ഞാൽ, യഹൂദനും കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടെങ്കിൽ എവരോടൊപ്പം കാണും? സഭയോടൊപ്പം കാണും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയുള്ളവരെയാണ് ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അങ്ങനെയുള്ളവരാണ് ക്രിസ്തു തിരഞ്ഞെടുത്ത് കാന്തയാക്കി മാറ്റിയിരിക്കുന്നത്. അത് ഈ കാന്തയ്ക്കാണ് അധികാരം. അത് പറയാനാണ് ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. കാന്തയ്ക്കാണ് അധികാരം. അതിൽ കാന്തയാണ് മുമ്പിൽ നിൽക്കുന്നത്. പിമ്പരായിരുന്നു, ജാതികളായിട്ടുള്ളവരായിരുന്നു കൂടുതലും. യഹൂദന്മാർ കുറച്ച് പേരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും, ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറേ പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർ കുറേ പേര് മിശിഹായെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും കുറേ പേര് യേശുക്രിസ്തു മരിച്ചു അവർ ഹിസ്റ്ററിയൊക്കെ വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബൈബിളിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് കുറേ പേര് കർത്താവിനെ അറിഞ്ഞ് ഇപ്പോഴും ആരാധിക്കുന്ന യഹൂദ കുടുംബങ്ങളുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ കാന്തയായിട്ടുണ്ടാവും. ഈ കാന്തയ്ക്കാണ് ഒരുപാട് അവകാശങ്ങൾ കൊടുക്കുന്നത്. ഈ കാന്തയാണ് കർത്താവിനോട് എപ്പോഴും കാണുന്നത്. ഈ കാന്തയാണ് പുതിയ യെരൂശലേമിൽ കാണുന്നത്. ഈ കാന്തയാണ് എപ്പോഴും ഈ റൈറ്റും പ്രിവിലേജസും ഉള്ളത്. അത് ഈ കാന്തയ്ക്കാണ് ഈ 5 കിരീടങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുക്കുന്നത്. കാന്തയ്ക്കാണ് കിട്ടുന്നത്, യഹൂദനല്ലത് കിട്ടുന്നത്. യഹൂദൻ ഞാൻ ഉദ്ദേശിച്ചത് ആ യഹൂദ ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചാണ് കിട്ടുന്നത്. ഈ ലോക ജനത കർത്താവിനെ അറിഞ്ഞവർ, അവർ ദൈവജനമായി മാറി, അവർക്കാണത് കിട്ടുന്നത്. അപ്പോൾ ഈ പ്ലേസ് ഓഫ് ബീമ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ പ്ലേസ് ഓഫ് ബീമ 1 തെസ്സലോനിയർ 4:17 അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇത് നമുക്ക് 1-2 വാക്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ മേഘങ്ങൾ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ ഇത് ഉയരത്തിലാണ് എന്നുള്ളൊരു ചിന്തയാണ് നമുക്കവിടെ വരുന്നത്. വെളിപ്പാട് പുസ്തകം 4:2 ഉടനെ ഞാൻ ആത്മവിശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്ന സിംഹാസനത്തിലൊരു ഇരിക്കുന്നവനും കണ്ടു. അത് യേശുവിനെ കുറിച്ച് പറയുന്നതാണ്, കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നതാണ്. കാഹളനാഥം എന്നോട് സംസാരിച്ച ശബ്ദം എന്നോട് കയറി വരിക എന്ന് പറഞ്ഞ് ഒരു ഭാഗം കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് സിംഹാസനം, സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നു, കർത്താവിരിക്കുന്ന സിംഹാസനം. നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ കാണും നമ്മളും. ഓക്കെ, അവിടെ വെച്ചായിരിക്കും ദൈവം പ്രതിഫലം തരുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിക്കുന്ന സമയത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, അതിൽ 14-ാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ നീ ഭാഗ്യവാനാവും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാവും. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതരെയും സഹോദരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള ആൾക്കാരെയും വിളിക്കാതെ നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രർ, അംഗഹീനർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ ഭാഗ്യവാനാവും, നിങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ അവർക്ക് കഴിയില്ലല്ലോ, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ പ്രത്യുപകാരം ഉണ്ട്. അന്നേരം എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യുപകാരമുണ്ട് എന്ന് നമ്മൾ മറന്നുപോകും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ്, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. അപ്പോൾ വിശേഷ വസ്ത്രം നീതിപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഒരു റിവാർഡ് അതനുസരിച്ച് നമുക്ക് തരികയാണ്. നമ്മൾ ചെയ്ത നീതിപ്രവൃത്തി അനുസരിച്ച് റിവാർഡ് തരികയാണ്. അത് നമ്മൾ ആ സമയത്ത് നമ്മുടെ പക്കലുണ്ടാവും. നേരത്തെ പറഞ്ഞ കാര്യമാണ് നീതിയുടെ കിരീടം. 2 തിമോത്തി 4:8 ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച അവർക്കും തന്നെ.
അപ്പോൾ കർത്താവ് നീതിയുടെ കിരീടം ആ ദിവസത്തിൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിക്കൽ കൊടുക്കും. ഒരു വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 4:5 ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പേഴ്ച ലഭിക്കും. ഹൃദയങ്ങളുടെ ആലോചനകളെ പോലും ദൈവം വെളിപ്പെടുത്തും. ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കും. എന്തോ കാര്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കും. ഓരോരുത്തരുടെ മനസ്സിലെ ചിന്തിച്ചതുപോലും ആ ദിവസത്തിൽ വെളിപ്പെടുത്തി തരും. മനുഷ്യൻ വിശ്വാസി എന്ന് പറഞ്ഞാൽ പോലും വക്രത ചിന്തിക്കുകയും വക്രത നിരൂപിക്കുകയും വേറൊരുത്തനെ തകർക്കണമെന്ന് പറയുകയും അവൻ്റെ കുതികാല് വെട്ടണമെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വാസ സമൂഹത്തിലുള്ള പലരുമുണ്ട്. ആ ഹൃദയത്തിൽ ആ ചിന്തിച്ചതുപോലും ആ ദിവസം എൻ്റെ ആലോചന വെളിപ്പെടുത്തും. ഓരോരുത്തന് ആ എന്താണ് എപ്പോഴും പറയുന്നത്, ശുദ്ധ മനസാക്ഷി എന്നൊക്കെ പറയുന്നത്, ഇന്നർ കോൺഷ്യൻസ്, നമ്മുടെ ഉള്ളിലുള്ള മനസാക്ഷി നിർവ്യാജ്യമായിട്ടുള്ളതായിരിക്കണമെന്നും നിർവ്യാജ്യമായിട്ടുള്ള സ്നേഹം വേണമെന്നും ഒക്കെ തിമോത്തിയോസിന് പൗലോസ് പഠിപ്പിക്കുന്നതിനുള്ള കാരണം അതാണ്. അത് ആ ദിവസത്തിൽ വെളിപ്പെട്ട് വരും. എന്താണ്? കർത്താവ് വരുവോളം ഒന്നും നമ്മൾ ചെയ്യരുത്. ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനയെ അവൻ വെളിപ്പെടുത്തും. അതുകൊണ്ട് ശ്രദ്ധയോട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അവിടെയും വരുന്നത്. അപ്പോഴേ നമ്മളിന്ന് നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നത്. നമ്മളിന്ന് പ്രത്യേകിച്ച് ഈ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്കൊരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധി പ്രതിഫലം കൊടുക്കാനായിട്ടുള്ള ന്യായവിധിയാണ്. ന്യായവിധി ശിക്ഷാവിധിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം, ന്യായവിധിയും ശിക്ഷാവിധിയും എന്താണെന്നുള്ളത്. അപ്പോഴേ ഈ പ്രതിഫലം കൊടുക്കുന്ന ഇതെവിടെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മളെ ദൈവം കർത്താവ് രഹസ്യവരവിൽ എടുക്കുമ്പോൾ ഉയരത്തിൽ വെച്ച് പ്രതിഫലം തരും. ആ സമയത്ത് ഭൂമിയിലെ വലിയ കഷ്ടതയും പ്രയാസവും ആയിരിക്കും, ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണമായിരിക്കും. ഈ സമയത്താണ് ദൈവം നമുക്ക് തരുന്നത്. ഈ പ്രതിഫലം തന്നിട്ടാണ് മണവാട്ടിയും കാന്തേ സഭയുമായിട്ട് ഈ ലോകത്തിലേക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഇനി എനിക്ക് തോന്നുന്ന ഒരു 7-8 എപ്പിസോഡെങ്കിലും കവർ ചെയ്തെങ്കിൽ മാത്രമേ ഈ ന്യായവിധിയുടെ ഫുൾ ലെങ്ത്തിൽ തീരുള്ളൂ. ഏകദേശം 5 എപ്പിസോഡിൽ തന്നെ വിശ്വാസികൾക്കുള്ള റിവാർഡ്സിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഇത് ഒരു ഇൻഫർമേറ്റീവ് എന്നതിനൊക്കെ ഉപരിയായിട്ട് ഇതെന്തെങ്കിലും ഒരു ആങ്ഷ്യസ് അല്ലെങ്കിൽ കൂടുതലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതിനൊക്കെ ഉപരിയായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്ര വിനയപ്പെടണം എന്നുള്ള ഒരു ചിന്ത വരുവാനായിട്ടാണ് നമ്മളിതൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലൊരു ചിന്ത വരട്ടെ, അതനുസരിച്ച് നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടട്ടെ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് നമ്മളോട് പറയാനായിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എല്ലാവരും ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. രോഗികളുണ്ടെങ്കിൽ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഏതെങ്കിലും ജീവിതത്തിലെ വലിയ മിറക്കിൾസ് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ അയച്ചു തന്നാൽ സ്തോത്രത്തിന് വേണ്ടി അത് സഹായമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ന്യായവിധി കുറിച്ചാണല്ലോ ഞങ്ങൾ ചിന്തിക്കുന്നത്. ദൈവമേ, നീ ന്യായം വിധിക്കാനായിട്ട് നിനക്ക് അവകാശവും അധികാരവും കൊടുത്തിട്ടുണ്ട്. ദൈവമേ, നീ ന്യായം വിധിക്കും, ഒരിക്കൽ ന്യായം വിധിക്കും. വിശ്വാസികൾക്ക് നീ റിവാർഡ്സ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ നിന്ന് കൂടുതലായിട്ടുള്ള റിവാർഡ്സ്, കിരീടങ്ങൾ പ്രാപിപ്പാനായിട്ട്, കർത്താവേ, അധികാരങ്ങൾ പ്രാപിപ്പാനായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണല്ലോ അത് ഞങ്ങൾക്ക് പ്രാപ്യമാവുന്നത്. അത് ഞങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. രോഗികളായി പ്രയാസങ്ങളിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഏതെങ്കിലുമൊക്കെ അവയവത്തിലെ ക്ഷീണമുണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കൈ ആ അവയവത്തിലോട്ട് വെച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? വിശ്വാസത്താൽ കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് നീ പൂർണ്ണമായിട്ടുള്ള വിടുതൽ കൊടുക്കണമേ. ശാരീരികമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില ആളുകൾക്ക് എന്താണ് അസുഖം എന്നറിയാതെ പല ടെസ്റ്റുകൾ നടത്തിയിട്ടും കർത്താവേ പല ക്ഷീണാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടല്ലോ കർത്താവേ. ഈ ദിവസത്തിലൊരു ക്രിയേറ്റീവ് മിറക്കിൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്ഷീണവും പ്രയാസത്തിൽ നിന്നും കർത്താവേ അവരെ വിടുവിക്കണം. എഴുന്നേറ്റ് പോലും ഇരിക്കാനായിട്ട് പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഒരുപാട് സ്കാനിങ്ങും ഒക്കെ നടത്തിയിട്ടും ഒന്നുമില്ല എന്ന് പറയുമ്പോഴും കർത്താവേ അത് നടക്കാനായിട്ട് പോലും പറ്റാതിരിക്കുന്ന അവസ്ഥ
യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അവർക്ക് വലിയൊരു റിലാക്സ്, വലിയൊരു വിടുതൽ, വലിയൊരു ശരീരത്തിന് ബലം ഇന്ന് അവർക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാണമേ. ആമേൻ. കണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. തുടർന്ന് വാച്ച് ചെയ്യണം. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള മെസ്സേജസ് ആണ്. 15 മിനിറ്റല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളത് വാച്ച് ചെയ്യണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.